Hello friends, very good morning. You can see the title of our topic. Very interesting and also very important topic. Constraint optimization with Lagrange multiplier. Mathematical economics, third module, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്. ഓക്കെ, പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് ഒപ്റ്റിമൈസേഷൻ, ഇറ്റ്സ് മീനിങ് ആൻഡ് ഓൾസോ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ, constraint optimization and non-constraint optimization, or simply we can say optimization without constraints and optimization with constraints. ആ വീഡിയോസ് തറോ ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. We also discussed the conditions for maxima and minima under optimization without constraints. First order conditions, second order conditions, and also solved two problems that is associated with the maxima and minima that come under optimization without constraints. Okay, ഇത്രയും ടോപ്പിക്സ് വളരെ തറോ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. See here, constraint optimization with Lagrange multiplier. പ്രീവിയസ് വീഡിയോയിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്ലൈൻ ഞാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, ലഗ്രാഞ്ച് മെത്തേഡ്, ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഈ രീതിയിലൊക്കെ അത് വായിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എക്കണോമിക് ആപ്ലിക്കേഷൻസ്, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ ഓർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. മിക്കവാറും പ്രോബ്ലംസ് ആയിരിക്കും. ആ പ്രോബ്ലം ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വെച്ചിട്ട് സോൾവ് ചെയ്യണം. അതിൽ മാക്സിമ ഓർ മിനിമ കാണണം, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ കണ്ടീഷനും അഥവാ സഫിഷ്യൻറ്റ് കണ്ടീഷനും നമ്മൾ പ്രൂവ് ചെയ്യണം. സി, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ we can simply say, Lagrange multiplier is an alternative method. See, it is an alternative method for finding constrained maximum. This is the key word, constrained maximum or minimum. Okay, Lagrange multiplier that come under the category of optimization with constraints or constrained optimization. That is the most important point. Lagrange multiplier എന്നുള്ള പേര് എങ്ങനെ കിട്ടിയത്? Lagrange, it is actually invented in 1797. That was developed by great Italian mathematician Joseph Louis Lagrange. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിട്ടാണ് ഈ ടെക്നിക്ക് അറിയപ്പെടുന്നത്, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. This method is used in constraint optimization. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. ഇനി നമുക്കൊരു എക്സാമിന് ഒരു 2 മാർക്ക് ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് യു മീൻ ബൈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ? എങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുക? വി ക്യാൻ സിംപ്ലി സേ ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ് ഈസ് എ ടെക്നിക് that can be used to maximize or minimize a function subject to one or more constraints. Or simply we can say Lagrangian function to be maximized or minimized plus a variable. That is, most generally that variable may be the Greek alphabet lambda, which is known as the Lagrange multiplier multiplied by the constraint. നമുക്ക് ആ ഡെഫിനേഷനിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ദാറ്റ് കം അണ്ടർ കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൺസ്ട്രൈൻഡ് ഒപ്റ്റിമൈസേഷൻ എന്താണ്, അതുപോലെ ഒപ്റ്റിമൈസേഷൻ വിതൗട്ട് കൺസ്ട്രൈൻസ്. ഓക്കെ, അപ്പോൾ ഈ കൺസ്ട്രൈൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ബാരിയറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു എക്കണോമിക് ഏജൻറ്റിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട വളരെ എക്സ്റ്റെൻസീവായിട്ട് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ ടെക്നിക്കാണെന്ത്, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ക തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സാം ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ,
to solve a constraint optimization problem. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ ഡെഫിനിഷൻ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് വളരെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നെസസറി കണ്ടീഷൻ കൊടുക്കണം, അഥവാ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ കൊടുക്കണം. ആൻഡ് ഓൾസോ സഫിഷ്യൻറ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ കണ്ടീഷനും കൊടുക്കണം. ഏതുപോലെ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസിൽ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനൊക്കെ മാക്സിമ ആൻഡ് മിനിമ എന്നുള്ളതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ചിലപ്പോൾ നമുക്കതൊരു 2 മാർക്കായിരിക്കും. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നല്ലൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല പ്ലാനിങ് റെഡിയാക്കണം. സ്ട്രാറ്റജി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്കിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, സ്മാർട്ട് വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എസ്സേക്ക് പഠിച്ച ടോപ്പിക് ആവാം, ചിലപ്പോൾ അത് 2 മാർക്ക് ചോദിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ ആൻസർ കൊടുക്കണം. അതിനാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ആൻഡ് ഓൾസോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷനും നമ്മൾ കൊടുത്തു. ഇനി ഇതേ ടോപ്പിക്ക് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ നമുക്ക് എന്ത് വരാം, ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട 4 സ്റ്റെപ്സ് ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യുക. കാരണം ലഗ്രാഞ്ച് മെത്തേഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ട് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആക്ച്വലി വി ആർ ഫേസിങ് എ പ്രോബ്ലം ലൈക്ക് മാക്സിമൈസ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി ഓർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ആ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വി ആർ ഫേസിങ് എ കൺസ്ട്രെയിൻറ്റ്, ദാറ്റ് ഈസ് ബജറ്റ് ഓഫ് ദ കൺസ്യൂമർ ഓർ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇസ് ദ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, കാരണം എന്താ, നമുക്ക് ബിയോണ്ട് ആ ലെവലിൽ പോകാൻ പറ്റില്ല, നമുക്ക് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ കൺസ്യൂമറിന് മാക്സിമം ലെവൽ ഓഫ് യൂട്ടിലിറ്റി എങ്ങനെ അറ്റൈൻ ചെയ്യാം, എത്ര പ്രോഡക്ട്സ് എക്സ് എന്ന് പറയുന്ന പ്രോഡക്ട്സ് എത്ര കൺസ്യൂം ചെയ്യണം, വൈ എന്ന് പറയുന്ന പ്രോഡക്ട്സ് എത്ര കൺസ്യൂം ചെയ്യണം. ഓക്കെ, ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിന് 4 വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ സ്റ്റെപ്സ് ആണെന്ത്, ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്, അഥവാ നെസസറി കണ്ടീഷൻ ഉണ്ട്, പ്ലസ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഈ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൽ 90% നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലോങ് എസ്സേ ഇൻ ദ ഫോം ഓഫ് എ പ്രോബ്ലം. നിങ്ങൾക്കൊരു പ്രോബ്ലം തരുന്നു, ആ പ്രോബ്ലം ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുക. നല്ല ഒരു പ്രോബ്ലം, അത് നമ്മൾ സ്റ്റെപ്പായി പാർഷ്യൽ ഡിഫറൻഷിയേഷനൊക്കെ ഉപയോഗിച്ച്, അതുപോലെ ബോർഡർ ഹെസ്സിയൻ മെട്രിക്സ് ഡിറ്റർമിനൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനൊക്കെ പ്രൂവ് ചെയ്തിട്ട് ഫുൾഫിൽ ചെയ്തിട്ട് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാം, ഫുൾ മാർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഈ ടോപ്പിക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാനുള്ള കാരണം, ഒരു മൊഡ്യൂൾ നമുക്ക് ഈ ടോപ്പിക്ക് വരുന്നത് മൊഡ്യൂൾ 3 ആണ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ഒപ്റ്റിമൈസേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനും മൾട്ടി വേരിയബിൾ ഫംഗ്ഷനും ഒക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസിൻ്റെ ഔട്ട്ലൈനൊക്കെ നമ്മൾ നൽകി. മാക്സിമ മിനിമ നമ്മൾ 2 പ്രോബ്ലം സോൾവ് ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് നൽകുന്നു. കമ്മിങ് വീഡിയോയിൽ നിങ്ങൾക്ക് ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൻ്റെ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു 5 മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് പ്ലസ് എക്കണോമിക് അപ്ലിക്കേഷൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. അവിടെയാണ് നമ്മളെ എസ്സേക്ക് പ്രോബ്ലംസ് വരുന്നത്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇത്രയും ഏരിയ കവർ ചെയ്താൽ 3rd മൊഡ്യൂൾ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, ദെൻ കൺസ്ട്രെയിൻറ്റ് ഒപ്റ്റിമൈസേഷനിൽ മൾട്ടിപ്പിൾ കൺസ്ട്രെയിൻസ് വരികയാണെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും.
അത് 4th മൊഡ്യൂൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടും നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ നമ്മുടെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. കാരണം ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തരും, ഒരു കൺസ്ട്രെയിൻഡ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് എന്ത് ചെയ്യണം, ഈ കൺസ്ട്രെയിൻഡ് ആഡ് ചെയ്യും. അതിനു മുമ്പ് കൺസ്ട്രെയിൻഡിനെ ലാംഡ കൊണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഗ്രീക്ക് ആൽഫബറ്റിലെ ഒരു ലാംഡ കൊണ്ട് കൺസ്ട്രെയിൻഡിനെ മൾട്ടിപ്പിൾ ചെയ്യും. പ്ലസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ആഡ് ചെയ്യുന്നു. ദെൻ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അൺനോൺസിൻ്റെ ഇക്വേഷൻസ് ചെയ്യുന്നു. അത് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. എക്സ് വൈ ലാംഡൻ്റെ വാല്യൂ കാണുന്നു. ഓക്കെ, ഇതാണ് നെസസറി കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് ഓർഡർ കണ്ടീഷനിൽ വരുന്നതാണ് എന്ത്, ഇത് മാക്സിമം ആണോ അല്ലെങ്കിൽ മിനിമം ആണോ എന്ന് പറയണമെങ്കിൽ ബോർഡർ ഹെസ്സിയൻ മെട്രിക്സ് എന്തായിരിക്കണം, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ മിനിമം ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Okay, അപ്പോൾ let us see all these points. You can see the step 1. Okay, please listen very carefully. Suppose here given an objective function. Okay, objective function either maximization or minimization, isn't it? That is simply known as optimization. ഇപ്പോൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ മാക്സിമൈസേഷൻ ആണ്, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. പ്രോഫിറ്റ് ആണെങ്കിലും എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കോസ്റ്റ് ആണെങ്കിലോ അവിടെ വരിക കോസ്റ്റ് മിനിമൈസേഷൻ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ 4 സ്റ്റെപ്പായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു 5 മാർക്കിന് ഇങ്ങനെ തിയറി ചോദിച്ചാൽ ഇതേ രീതിയിൽ എക്സാമിന് കൊടുക്കുക. ഗിവൺ ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇറ്റ് മേ ബി മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. ദാറ്റ് ഈസ് z is equal to function of x and y. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ x1 ആൻഡ് x2 അല്ലെങ്കിൽ q1 q2 എന്തുമാവാം. ഹിയർ യു ക്യാൻ സി x ആൻഡ് y. ഇതിപ്പോൾ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണെങ്കിൽ സപ്പോസ് ഹിയർ x good 1 and y good 2. Okay, but here we can see this objective function is subject to the constraint. That is very important. ഇവിടെ കൺസ്ട്രെയിൻറ്റ് എന്താണ്, p1 x1 plus p2 x2 is equal to y. This is very very important. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമുക്കൊരു പ്രോബ്ലം തരുന്ന ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും സെറ്റ് ചെയ്യണം, അതിൽ നിന്ന് കൺസ്ട്രെയിൻറ്റും നമ്മൾ സെറ്റ് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. നമ്മൾ വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ p1 എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി x1. ഓക്കെ, p2 എന്ന് പറയുന്നത് ഹിയർ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി x2. എങ്ങനെ ഞാൻ അസ്യൂം ചെയ്യാണ് ഈ ഫംഗ്ഷൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ഓക്കെ, y എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, ദിസ് y ഹിയർ ഈസ് എ കോൺസ്റ്റന്റ്. y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്തു, ദെൻ കൺസ്ട്രെയിൻറ്റ് വന്നു. കൺസ്ട്രെയിൻറ്റ് വി ക്യാൻ സിംപ്ലി സെറ്റ് ഫ്രം ദി ക്വസ്റ്റ്യൻ. ഇതെന്താണ്, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 1 p1 ഇൻറ്റു number of commodities x1 plus p2 price of commodity x2 and x2 is the number of commodities x2 and is equal to y is equal to income which is constant. Okay, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. Now here we can write the Lagrange function as. Okay, ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാണ്, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ലഗ്രാഞ്ച് മെത്തേഡ് സെറ്റ് ചെയ്യുക, ലഗ്രാഞ്ച് ഫംഗ്ഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. Z is equal to this is objective function of x y plus lambda. Here this lambda is very important, Greek alphabet lambda. Okay, lambda which is known as Lagrange multiplier. Please note that point, Lagrange multiplier. അപ്പോൾ ഇവിടെ ലഗ്രാഞ്ച് ഫംഗ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, you just add this lambda to the objective function and this lambda is already multiplied with the constraint. Okay, lambda എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺസ്ട്രെയിൻറ്റിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നു, ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനേക്ക് ആഡ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ലഗ്രാഞ്ച് ഫംഗ്ഷൻ. ഓക്കെ, ഞാനിത് ബോക്സിൽ കൊടുക്കുന്നു. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 സോൾവ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ കൺസ്ട്രെയിൻറ്റ് നമുക്ക് എന്താ റീറൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതെന്താണ്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു, RHSലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് y മൈനസ് P1 x1 ആൻഡ് ദിസ് പ്ലസ് എന്താവും മൈനസ് P2 x2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 1 വരുന്ന ഈ ഏരിയ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ലഗ്രാഞ്ച് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. വി ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ ന്യൂ ഫംഗ്ഷൻ ബൈ യൂസിങ് ദ ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻറ്റ്. That is actually obtained simply by adding the constraint to the objective function and multiplying the constraint by a new variable. That is here, lambda, which is called a Lagrange multiplier. We actually created a new function. From where? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് പുതിയ ഫംഗ്ഷൻ ഉണ്ടാക്കി, അതിലേക്ക് നമ്മൾ ലാംഡ ആഡ് ചെയ്തു. ദെൻ കൺസ്ട്രെയിൻറ്റും ഒബ്ജക്റ്റീവിലേക്ക് ആഡ് ചെയ്തു, ലാംഡ കൺസ്ട്രെയിൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലഗ്രാഞ്ച് ഫംഗ്ഷൻ. ഓക്കെ, നൗ വി ക്യാൻ ജസ്റ്റ് ഡിസ്കസ് സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4. ഓക്കെ, സ്റ്റെപ്പ് 1 വളരെ സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to ഫംഗ്ഷൻ ഓഫ് x1 ആൻഡ് x2. ഞാനിവിടെ എക്സാമ്പിൾ x1 ആൻഡ് x2 ആക്കി. നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, x ആൻഡ് y. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ Q1 Q2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ എക്സാമ്പിളിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണ്, x1 എന്ന് പറയുന്നത് ഗുഡ് 1, x2 എന്ന് പറയുന്നത് ഗുഡ് 2. ഇത് എക്സോ വൈയോ എന്തുമാവട്ടെ നമ്മളത് ഡിഫൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അതുപോലെ കൺസ്ട്രെയിൻറ്റ് P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു y. നമ്മളിവിടെ ഇംഗത്തിന് y ആണ് ഉപയോഗിക്കുന്നത്. അത് കൺഫ്യൂഷൻ ആകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ y മാറ്റിയിട്ട് എന്താക്കിയത്, x2 ആക്കിയത്. ഓക്കെ, നൗ വി ക്യാൻ റൈറ്റ് ദ ലഗ്രാഞ്ച് ഫംഗ്ഷൻ. z is equal to ഫംഗ്ഷൻ ഓഫ് x1 x2 പ്ലസ് ലാംഡ ഇൻറ്റു y മൈനസ് P1 x1 മൈനസ് P2 x2. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3, ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് 4. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നു ആൻഡ് സെറ്റ് ദം ഈക്വൽ ടു 0. ഈ 3 സ്റ്റെപ്പ് ഫിനിഷ് ചെയ്താലാണ് നെസസറി കണ്ടീഷൻ അഥവാ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഫിൽ ആവുക. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഓർ സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, 4th സ്റ്റെപ്പാണ്. ബോർഡഡ് ഹെസ്സിയൻ മെട്രിക്സ് വെച്ചിട്ട് ചെയ്യും. വളരെ സിമ്പിളാണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് 1 നമുക്ക് ലഗ്രാഞ്ച് ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. z is equal to ഫംഗ്ഷൻ ഓഫ് x1 x2 പ്ലസ് ലാംഡ, ഞാൻ ഇത് വെച്ചിട്ട് ഫുള്ള് മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ് ഈസ് പ്ലസ് ലാംഡ y മൈനസ് ലാംഡ P1 x1 മൈനസ് ലാംഡ P2 x2. isn't it? ഇതേ ഫോർമാറ്റിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നമുക്കറിയാം ദർ ആർ 3 അൺനോൺസ്. ഏതൊക്കെയുണ്ട്, ലാംഡ, ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണാം, ക്രിട്ടിക്കൽ വാല്യൂ കാണണം. സിമിലർലി x1ൻ്റെ വാല്യൂ കാണണം, x2ൻ്റെ വാല്യൂ കാണണം. P1ഉം P2 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി 1 ആൻഡ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി 2. അപ്പോൾ x1 എത്ര x1 കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യണം, അതുപോലെ കമ്മോഡിറ്റി x2 എത്ര കൺസ്യൂം ചെയ്യണം. നമുക്ക് കൺസ്ട്രെയിൻറ്റ് എന്തുണ്ട്, y ഉണ്ട്, ഇങ്ക് ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. isn't it? അപ്പോൾ ഇവിടെ ഈ 3 അൺനോൺസ് വേരിയബിൾസിന് ബേസ് ചെയ്ത് നമ്മൾ എന്താ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാണ്. വൈ ആം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഓഫ് ഫംഗ്ഷൻ z വിത്ത് റെസ്പെക്ട് ടു x1. ഓക്കെ, പാർഷ്യൽ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ x1ന് ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ x2 ലാംഡ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അതങ്ങോട്ട് മറച്ചു വെക്കുക. isn't it? You are going to differentiate only x1 and keeping all other variables as constant. ഇവിടെ x2 ലാംഡയും ഒന്നും നമ്മൾ എന്താണ് മൈൻഡ് ചെയ്യില്ല. അതിനാണ് എന്ത് വിളിക്കുക, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. ഓക്കെ, കോപ്ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ദോ z ബൈ ദോ x1 ഈക്വൽ ടു നമ്മളൊരു ഫോർമുല നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ദെൻ സെറ്റ് ദം ഈക്വൽ ടു 0. അത് നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, സിമിലർലി
ദോ സെഡ് ബൈ ദോ x2. x2നെ ബേസ് ചെയ്ത്, കാരണം സെഡിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു x2. x1ഉം ലാംഡയും ഒക്കെ എന്തായിരിക്കും, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, 0ക്ക് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, നൗ ദോ സെഡ് ബൈ ദോ ലാംഡ, isn't it? നമ്മളിത് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ ലാംഡ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, ഇവിടെ ലാംഡ ഉണ്ടോ, ഇല്ല. ഇവിടെ ലാംഡ ഉണ്ട് അല്ലേ, ലാംഡ വൈ. അപ്പോൾ അവിടെ വൈ എടുക്കും നമ്മൾ, മൈനസ് ലാംഡ P1x1. അപ്പോൾ ലാംഡൻ്റെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് P1x1 കിട്ടും. ഓക്കെ, മൈനസ് ലാംഡ P2x2. അവിടെ നമ്മൾ ലാംഡനെ ബേസ് ചെയ്ത് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലാംഡൻ്റെ നമുക്ക് എന്ത് വരും, P2x2. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, 0ക്ക് ഇക്വേറ്റ് ചെയ്യും, isn't it? ഇതാണ് സ്റ്റെപ്പ് സെക്കൻഡ്, റൈറ്റ്? 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് പച്ചവെള്ളം ആവും കേട്ടോ, ഡോൺ വറി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3, isn't it? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോൾവ് ദ ഇക്വേഷൻ സൈമൾട്ടേനിയസ്ലി. നമ്മൾ ഈ 3 ഇക്വേഷൻസ് ഉണ്ട്, x1, x2, ലാംഡ. ഈ 3 അൺനോൺ വേരിയബിൾസിൻ്റെ വാല്യൂ കാണണം, ക്രിട്ടിക്കൽ വാല്യൂസ് കാണണം. അതിനൊന്നെങ്കിൽ ഇക്വേഷൻ 1ഉം 2 ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യും. എങ്ങനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഈ ഇക്വേഷൻസ് നമ്മൾ എന്താണ് സൈമൾട്ടേനിയസ്ലി ആയിട്ട് സോൾവ് ചെയ്യും. എന്നിട്ട് തേർഡ് ഇക്വേഷനിലോ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് x1ൻ്റെ x2ൻ്റെ ലാംഡൻ്റെ വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3 ഇത്രയും വരുന്ന സംഭവമാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ അഥവാ നെസസറി കണ്ടീഷൻസ്. ഓക്കെ, നെസസറി കണ്ടീഷൻ അഥവാ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ. സ്റ്റെപ്പ് 1, 2, 3. ഇനി നമ്മൾ ചെക്ക് ചെയ്യാം, ഇത്ര കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഒക്കെ കിട്ടും കേട്ടോ. ഇവിടെ നിങ്ങൾ എക്സാമിന് നിർത്തിയാൽ പകുതി മാർക്കേ കിട്ടുള്ളൂ. ഇനി സിമ്പിളായിട്ട് നമ്മൾ എന്താണ് സ്റ്റെപ്പ് 4ൽ വരുന്ന ആ ഒരു ഫോർമാലിറ്റിയും കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മുടെ ആൻസർ 100% ഫിനിഷ് ആവുക, ഫുൾ മാർക്ക് കിട്ടുക. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്, ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഓർ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഫോർ മാക്സിമം ഓർ മിനിമം. റൈറ്റ്, നൗ വി ക്യാൻ സീ ദ സ്റ്റെപ്പ് 4, the final step. Okay, see bordered Hessian method. Okay, പേരൊന്നും കേട്ടിട്ട് പേടിക്കണ്ട. ഹെസ്സിയൻ എന്നുള്ള പേര് വരാനുള്ള കാരണം ബോർഡേഡ് ഹെസ്സിയൻ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ദാറ്റ് ഈസ് ദ ടോപ്പിക് ദാറ്റ് കം അണ്ടർ മെട്രിക്സ് ആൾജിബ്ര. അത് ഇൻവെൻറ്റ് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള റിനൗണ്ട് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ ഓഫ് 19th century, ലെഡ്വിഗ് ഓട്ടോ ഹെസ്സി. അങ്ങനെയാണ് ഇതിൻ്റെ ഹെസ്സിയൻ മെത്തേഡ് എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4th സ്റ്റെപ്പിൽ വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ബോർഡേഡ് ഹെസ്സിയൻ മെത്തേഡ്, the matrix of second derivatives of the Lagrangian with respect to choice variables x1, x2 or x, y and so on. ഓക്കെ, നമുക്കറിയാം ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനെ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ്, ഓക്കെ, അതിനൊരു മെട്രിക്സ് രൂപത്തിലാക്കുകയാണെങ്കിൽ f11, f12 മൈനസ് p1, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി x1, f21, f22 മൈനസ് p2, മൈനസ് p1 മൈനസ് p2 ആൻഡ് 0. പ്രിൻസിപ്പൾ ഡയഗണലിൽ വരുന്ന 0. ഓക്കെ, ഈ ബോർഡേഡ് ഹെസ്സിയൻ മെട്രിക്സ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നു. സപ്പോസ് ബോർഡേഡ് ഹെസ്സിയൻ ഈസ് പോസിറ്റീവ്, സപ്പോസ് is greater than 0, that is positive, that represents maximum. Okay, അപ്പോൾ നിങ്ങൾ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ കഴിഞ്ഞ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മളെന്താ ബോർഡേഡ് ഹെസ്സിയൻ എടുത്തു. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്താണ് മാക്സിമം ആണ്. ദിസ് ഈസ് ദ സഫിഷ്യൻറ്റ് കണ്ടീഷൻ. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് സപ്പോസ് the Hessian is less than 0, that is negative, then it is sufficient to say that the function satisfies minimum. Okay, cost minimization ഒക്കെ ആണെങ്കിൽ അത് മിനിമം കോസ്റ്റിനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ എന്തായിരിക്കണം, ബോർഡേഡ് ഹെസ്സിയൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം, ലെസ് ദാൻ 0 അഥവാ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഈ സ്റ്റെപ്പ് 4നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഓർ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഫോർ ഒപ്റ്റിമൈസേഷൻ. ദാറ്റ് ഈസ് ഐദർ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്നുള്ളതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാനുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ 2-3 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറും. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നല്ല രീതിയിൽ മനസ്സിലാക്കുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3 ഫസ്റ്റ് ഓർഡർ കണ്ടീഷനാണ്. സ്റ്റെപ്പ് 4 ബോർഡേഡ് ഹെസ്സിയൻ മെത്തേഡ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ഒന്നും കണ്ടിട്ട് ഒരു പേടിയും പേടിക്കേണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ലഗ്രാഞ്ച് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ 3 ഇക്വേഷൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് F1, F2 ഒക്കെ കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ഓക്കെ, അത് നമുക്ക് രീതിയിൽ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ബോർഡർ ഹെസ്സിയൻ മെത്തേഡ് ഒന്നും ചോദിക്കൂല. ഇത് വളരെ ഒരു ഹയർ ലെവലിലൊക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, ഈ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മൾ പറയണം. ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിങ്ങും മെട്രിക്സ് സോൾവ് ചെയ്യുന്ന ഡിറ്റർമിനൻ്റ് കാണുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ വളരെ സിമ്പിളാണ്. അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. വളരെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വളരെ നല്ല രീതിയിൽ മനസ്സിലാവും. കാരണം എക്കണോമിക് ആപ്ലിക്കേഷൻസ് ആണ് നോക്കാനുള്ളത്. ലഗ്രാഞ്ച് മെത്തേഡ് ഉപയോഗിച്ചിട്ട് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോബ്ലം ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അടുത്ത വീഡിയോയിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, ഓക്കെ, ലഗ്രാഞ്ച് മെത്തേഡിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊരു 5 മാർക്ക് ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു. സീ യു ഇൻ ദി കമ്മിങ് വീഡിയോ.